ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മഹാസംഗമത്തിലെ പാഷാണ്ഡത. ഓഗസ്റ്റ് 7-ാം തീയതി കലൂരിൽ വെച്ച് നടന്ന മഹാസംഗമം എന്ന പേര് ഞാൻ 2 വീഡിയോ പറഞ്ഞായിരുന്നു. അത് ശുഷ്കമായ സംഗമമായിരുന്നു. എന്നാലും മഹാസംഗമം എന്ന് തന്നെ നമുക്ക് തൽക്കാലം വിളിക്കുക. ആ മഹാസംഗമത്തിൽ കുറേ പേര് പങ്കെടുത്തല്ലോ. അതിൽ കുറച്ച് പേരെല്ലാം അവിടെ പറഞ്ഞ പ്രസംഗം കേട്ട് കാണും. ആ കേട്ടവർക്ക് അവിടെ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ മാത്രമാണ് ഈ വീഡിയോ കാണുന്നത്. കലൂര് മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ പോയവര് അവിടെ പറഞ്ഞ പ്രസംഗം കേട്ടിട്ടത് മനസ്സിലായി, അത് സ്വീകരിച്ചു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കാണണ്ടൂ, അല്ലാത്തവർ കാണണ്ട. മാത്രമല്ല, ആ മഹാസംഗമത്തിൻ്റെ എന്താ പറയുക, അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പം അത് കേട്ടിട്ട് അവിടെ പറഞ്ഞതാണ് ശരി എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഈ വീഡിയോ കാണുകയും അങ്ങനെ കണ്ടവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യുകയും വേണം. എന്തുകൊണ്ടാണ്? അവിടെ പഠിപ്പിച്ച ഒരു പ്രസംഗത്തിൽ 3 പാഷാണ്ഡത ഉണ്ടായിരുന്നു. പാഷാണ്ഡത എന്ന് പറഞ്ഞാൽ വ്യാജ പ്രബോധനം, അബദ്ധ സിദ്ധാന്തം, ഫോൾസ് ടീച്ചിങ്. അബദ്ധ സിദ്ധാന്തം, വ്യാജ പ്രബോധനം, അതാണ് പാഷാണ്ഡത. അങ്ങനെ 3 പാഷാണ്ഡതകൾ അവിടെ ഒരാൾ പ്രസംഗിച്ചതിൽ, ഞാൻ എല്ലാ പ്രസംഗങ്ങളും പരിശോധിച്ചിട്ട് ബാക്കി പറയാം. ഒരു ആളുടെ പ്രസംഗം പരിശോധിച്ചപ്പോൾ 3 പാഷാണ്ഡതകൾ കണ്ടു. അത് ഞാനിപ്പോൾ ഒന്ന് അവതരിപ്പിക്കുക. അതായത്, അൽമായ വിശ്വാസികൾ സഭയുടെ ഔദ്യോഗിക പ്രബോധനമല്ലാതെ തെറ്റായ പ്രബോധനം സ്വീകരിച്ചാൽ അത് അപകടമാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെ വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഫരിസേയരുടെയും സദ്ദുക്കാരുടെയും പുളിച്ച മാവിനെ, അവിടെ വന്നിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വ്യാജ പ്രബോധനത്തെ കരുതിയിരിക്കുക, സൂക്ഷിക്കുക. പുളിച്ച മാവ്, ഈസ്റ്റ് ഒരു ഇച്ചിരി ഇട്ടാൽ മതിയില്ലേ, കുറെ അധികം മാവ് പുളിച്ചു പോകും. അപ്പൊ ചെറിയൊരു തെറ്റായ പ്രബോധനം മതി ഒരു സമുദായം മുഴുവൻ ദുഷിക്കാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഫരിസേയരുടെയും സദ്ദുക്കാരുടെയും പുളിച്ച മാവിനെ, വ്യാജ പ്രബോധനത്തെ കരുതിയിരിക്കുക. രസകരമായ സംഗതി, ഇത് 16-ാമത്തെ അധ്യായത്തിലാണ് മത്തായിയുടെ സുവിശേഷം. സഭ സ്ഥാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് കർത്താവ് പറയണേ. അപ്പൊ സഭ എന്ന സമുദായത്തെ ദുഷിപ്പിക്കാൻ ഒരു ഫരിസേയന്റെ, ഒരു സദ്ദുക്കായന്റെ പുളിച്ച മാവ് മതി, വ്യാജ പ്രബോധനം മതി. അത് പുളിച്ച മാവാണ്, വ്യാജ പ്രബോധനമാണ് എന്ന് പഠിപ്പിക്കാനുള്ള ചുമതല എനിക്കുണ്ട്. ഒരു കത്തോലിക്ക എന്ന നിലയിൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അച്ചോ എന്തിനാണ് ഇത് സോഷ്യൽ മീഡിയയിലിട്ട് സഭയുടെ ഉള്ളിലുള്ള ഈ ഭിന്നതകളൊക്കെ പുറത്ത് പറയണേ, എന്തിനാണ് പറയണേ? എന്നോട് പലരും ചോദിച്ചു, അച്ഛൻ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്, ഈ സഭയ്ക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലായിരുന്നു. പക്ഷേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പയുടെ കത്തോ കൽപ്പനയോ സർക്കുലറോ അവർ വായിക്കില്ല. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇടയലേഖനമോ സർക്കുലറോ അവിടെ വായിക്കില്ല. അവിടുത്തെ വികാരിയച്ഛൻ, ആ വികാരിയച്ഛനാണ് അവിടുത്തെ മാർപ്പാപ്പയും സിനഡും മെത്രാനും എല്ലാം. അപ്പൊ ഈ അൽമായര്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായര്, അവർക്ക് കത്തോലിക്ക സഭയുടെ പ്രബോധനം കിട്ടാനുള്ള ഒരു മാർഗം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇല്ല. എന്താണ് സഭ പഠിപ്പിക്കുന്നത്, മാർപ്പാപ്പ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ അവർ പറ്റുന്നില്ല. ഇടയനില്ലാത്ത അജഗണം പോലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല ഇടവകകളും. അതുകൊണ്ട് സഭയുടെ സത്യപ്രബോധനം അവരിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. സാധാരണ ഒരു കത്തോലിക്ക എന്ന നിലയിലുള്ള ചുമതല. എനിക്ക് വേറൊരു അധികാരം അതിന് വേണ്ട. നിങ്ങൾ ലോകമെങ്ങും പോയി ഞാൻ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിക്കുമെന്ന് കർത്താവ് വിശ്വസിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞേ, മത്തായിയുടെ സുവിശേഷം 28:19. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക, വികാരിയച്ഛന് തോന്നിവാസം പഠിപ്പിക്കാനല്ല പറഞ്ഞത്. മാത്രമല്ല, തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ ആ വ്യാജ പ്രബോധനത്തെ, പുളിച്ച മാവിനെ, അതിനെതിരെ പ്രസംഗിക്കണമെന്നും കർത്താവ് പഠിപ്പിച്ചു. സഭ സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള രംഗത്തിൽ തന്നെ പഠിപ്പിച്ചു. അതിനാൽ ഞാൻ ഈ കാര്യങ്ങളൊന്ന് പറയുകയാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ യേശുവിന് വചനം കൊടുക്കാത്തവർ എന്താ ചെയ്യണമെന്ന് അറിയാമോ? മത്തായിയുടെ സുവിശേഷം 23:14 പറയുന്നുണ്ട്, അവർ സ്വർഗരാജ്യം മനുഷ്യരുടെ മുമ്പിൽ അടച്ചു കളയുന്നു.
അവർ സ്വർഗരാജ്യം മനുഷ്യരുടെ മുമ്പിൽ, ആത്മായ സഹോദരങ്ങളുടെ മുമ്പിൽ അടച്ചു കളയുന്നു. അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കൂല. സിനഡൽ കുർബാന ചൊല്ലണം, സഭയോട് ചേർന്ന് നിൽക്കണം, സഭയിൽ ഐക്യത വേണം എന്നാണ് ബഹുഭൂരിപക്ഷം ആത്മാരുടെയും ആഗ്രഹവും താല്പര്യവും. എന്നാൽ അങ്ങനെ വരുന്നവരെ ഇവർ അനുവദിക്കില്ല. അവരെ കുർബാന ചൊല്ലൂല്ല, ചൊല്ലാൻ വരുന്നവരെയോ അവർ അനുവദിക്കില്ല. ഇത് മത്തായി സുവിശേഷം 23:14. അതിനാൽ സത്യപ്രബോധനം, കത്തോലിക്ക സഭയുടെ പ്രബോധനം, ഞാൻ പറഞ്ഞ പാഷാണ്ഡത ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് തിരുത്താം, ഞാൻ തിരുത്താൻ റെഡിയാണ്. പക്ഷേ ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കുക. ഞാൻ പറഞ്ഞതും അവിടെ കേട്ടത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയുന്നതാണോ ശരി, അവിടെ ഈ മഹാസംഗമത്തിൽ ആ അച്ഛൻ പറഞ്ഞതാണോ ശരിയെന്ന്. നിങ്ങളെല്ലാം ബുദ്ധിയുള്ളവരല്ലേ. ഞാൻ പറയുന്നതും അദ്ദേഹം പറഞ്ഞതും ഒന്ന് തുലനം ചെയ്ത് നോക്കുക. ഞാൻ പ്രസംഗത്തിലെ 3-4 വരികൾ പറയാണ്. മഹാസംഗമം എന്ന് പറഞ്ഞാൽ 2022 ഓഗസ്റ്റ് 7 കലൂരിൽ നടന്ന മഹാസംഗമം. അതിൽ ഒരു പ്രസംഗം, ദൈവത്തിന് വേണ്ടി മനുഷ്യനർപ്പിക്കുന്ന ബലിയല്ല ദിവ്യബലി. ദൈവത്തിന് വേണ്ടി മനുഷ്യനർപ്പിക്കുന്ന ബലിയല്ല ദിവ്യബലി. ആ പ്രസംഗത്തിലെ കാര്യം പറയണേട്ടോ, ഞാൻ പഠിപ്പിക്കുന്നതല്ല. മനുഷ്യനായ ദൈവം മനുഷ്യരുടെ മുഖത്ത് നോക്കി മനുഷ്യർക്ക് വേണ്ടി അർപ്പിച്ച ഒരു ബലിയാണത്. മനുഷ്യനായ ദൈവം മനുഷ്യരുടെ മുഖത്ത് നോക്കി മനുഷ്യർക്ക് വേണ്ടി അർപ്പിച്ച ഒരു ബലിയാണത്. മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയല്ല. ദൈവം മനുഷ്യന് അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന. ദൈവം മനുഷ്യന് അർപ്പിക്കുന്ന ബലിയാണത്രേ പരിശുദ്ധ കുർബാന. അവൻ കാൽവരി മലയിൽ മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരിച്ചൽ നെടുകെ കീറി. ഇവിടെ രഹസ്യങ്ങളില്ല, ഇവിടെ പരസ്യമാണ്. ഇവിടെ മനുഷ്യന്റെ മുഖത്താണ് ദൈവം, മനുഷ്യനാണ് ദൈവം. ഇത് ആ പ്രസംഗത്തിലെ വചനങ്ങളാണ്. ഇതിൽ 3 പാഷാണ്ഡത ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്താം. ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഏതാ പാഷാണ്ഡത എന്ന്. എന്നാലും ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. 3 പാഷാണ്ഡതകളാണ് ഈ ഒറ്റ പ്രസംഗത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ കാണുന്നത്. 1, ദൈവത്തിന് വേണ്ടി മനുഷ്യനർപ്പിക്കുന്ന ബലിയല്ല ദിവ്യബലി. മനുഷ്യനായ ദൈവം മനുഷ്യരുടെ മുഖത്ത് നോക്കി മനുഷ്യർക്ക് വേണ്ടി അർപ്പിച്ച ഒരു ബലിയാണിത്. മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി അല്ല ഇത്. ദൈവം മനുഷ്യന് അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന. ദൈവം മനുഷ്യന് അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന. ഇതാണ് 1ാമത്തെ പാഷാണ്ഡത. അങ്ങനെയാണോ? ഈ ഇങ്ങോരുടെ പ്രസംഗം മഹാപണ്ഡിതാണെന്നൊക്കെ പറയുന്നു, എനിക്കറിഞ്ഞുകൂടാ. ഈ പ്രസംഗം തിരുവചനത്തിനെതിരല്ലേ? വ്യാജ പ്രബോധനം എന്ന പുളിച്ച മാവല്ലേ ഇത്? എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് ലേഖ പറയുന്നു, 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ഇത് നിങ്ങളുടെ ബൈബിളിലുള്ളതാണ്. ആ വചനം ഒന്ന് വായിച്ചു നോക്കുക. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ഈ മഹാപണ്ഡിതൻ എന്താ പറഞ്ഞത്? ദൈവം മനുഷ്യനാണ് ബലി അർപ്പിച്ചത്രേ. ഇവിടെ തിരുവചനത്തിൽ എന്താ കിടക്കണേ? ക്രിസ്തു ദൈവത്തിനാണ് സമർപ്പിച്ചത്. ദൈവം മനുഷ്യന് സമർപ്പിച്ച ബലിയെന്ന് എങ്ങോട്ട് പറയണേ? അല്ല, തിരുവചനം പറയുന്നത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന് സമർപ്പിക്കുന്ന ബലി എന്നാണ് തിരുവചനം പറയണേ. ഈ പണ്ഡിതൻ പറയുന്നതോ, ഈ മഹാസംഗമത്തിലെ പണ്ഡിതൻ പറയുന്നതോ, ദൈവം മനുഷ്യന് അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന. ആണോ? ഹെബ്രായ ലേഖനം 9:14 നിത്യാത്മാവ് മൂലം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. ക്രിസ്തു തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ആ ക്രിസ്തുവിന്റെ രക്തം ദൈവത്തിനാണ് സമർപ്പിച്ചത്. നിത്യാത്മാവ് മൂലം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം എന്നാണ്. ദൈവത്തിനാണ് സമർപ്പിക്കുന്നത്, അല്ലാതെ ദൈവം മനുഷ്യർക്ക് സമർപ്പിക്കുകയല്ല. ഹെബ്രായ ലേഖനം 9:14 ഞാൻ പറഞ്ഞത്. മനുഷ്യനായ ദൈവം മനുഷ്യരുടെ മുഖത്ത് നോക്കി മനുഷ്യർക്ക് വേണ്ടി അർപ്പിച്ച ബലിയാണോ ഇത്, ഈ വിശുദ്ധ കുർബാന? ദൈവം മനുഷ്യനെ അർപ്പിക്കുന്ന ബലിയാണെങ്കിൽ ആരാണ് ഈ ബലി സ്വീകരിക്കണേ? ദൈവം മനുഷ്യനെ അർപ്പിച്ച ബലിയാണെങ്കിൽ ആരത് സ്വീകരിക്കണേ? ഈ ബലി സ്വീകരിക്കണ്ടേ? നിങ്ങൾ കുർബാനയിൽ അങ്ങനെ പറയുന്നില്ലേ, ഈ ബലി സ്വീകൃതമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളാണ് സ്വീകരിക്കണേ. ഇപ്പൊ പ്രാർത്ഥന വേണോ? പിതാവായ ദൈവം സ്വീകരിക്കാനല്ലേ പ്രാർത്ഥന വേണ്ടത്? ദൈവം മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണോ, അതോ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണോ? ദൈവം മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുക. അതാണ് വിശുദ്ധ കുർബാന എന്ന് ഇങ്ങോട്ട് പറയണേ. അതാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നണുണ്ടോ?
ഞാൻ പറയുന്ന പ്രബോധനവും അദ്ദേഹം പറഞ്ഞ പ്രബോധനങ്ങളും തുലനം ചെയ്ത് നോക്കൂ. അദ്ദേഹം പറയണു, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ദൈവം അർപ്പിക്കുന്ന, മനുഷ്യനെ അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന അത്രേ. ഞാൻ പഠിച്ചിരിക്കുന്നതും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതും തിരുവചനം പഠിപ്പിക്കുന്നതും മറിച്ചാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ക്രിസ്തു തന്നെ അർപ്പിച്ച ബലിയാണ് വിശുദ്ധ കുർബാന. അതിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമ്മെ യേശു ക്രിസ്തു ഈ ബലിയിൽ എടുത്ത് ദൈവത്തിന് കൊടുക്കുകയാണ്. അതല്ലേ കാഴ്ചയർപ്പണമൊക്കെ. നമ്മെ എടുത്തിട്ട് പിതാവായ ദൈവത്തിന് കൊടുക്കുകയാണ് ക്രിസ്തു. അതിനെയാണ് ബലി എന്ന് പറയണേ. നമ്മുടെ അനുസരണവും നമ്മുടെ രക്തമൊക്കെ പാപമയമായതുകൊണ്ട്, അനുസരണം അത്ര എല്ലാം തികഞ്ഞതല്ലാത്തത് കൊണ്ട്, യേശു ക്രിസ്തുവിന്റെ അനുസരണമാകുന്ന ബലിയിലെ നമുക്ക് നമ്മുടെ ബലി വെക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും അല്ലാണ്ടാകുന്നില്ല. നമ്മുടെ അനുസരണം വളരെ പാച്ചിയാണ്. എന്താ പറയുക, ഇപ്പം അനുസരിക്കും, പിന്നെ ലംഘിക്കും, ലംഘിക്കും, അങ്ങനെയാണ്. ആ അനുസരണം എല്ലാം തികഞ്ഞ അനുസരണമായ, അലംഘനീയമായ അനുസരണമായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിൽ ചേർത്ത് വെക്കുമ്പോൾ അത് ബലിയായിട്ട് മാറുകയാണ്. പിതാവിനാണ് അർപ്പിക്കുന്നത്, ദൈവത്തിനാണ് അർപ്പിക്കണേ. ഞാൻ ഒന്നുകൂടി അത് വ്യക്തമാക്കുകയാണേ. ദൈവം ആഗ്രഹിച്ചത് മൃഗബലികളല്ല, അലംഘനീയമായ അനുസരണമാണ്. കാളകളുടെയും കോലാടുകളുടെ രക്തം കൊണ്ട് അങ്ങ് സംപ്രീതനായില്ല, അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി. ഇതാണ് ഹെബ്രായ ലേഖനം 10:4 മുതലുള്ള വചനങ്ങൾ. ആ ശരീരം, ഇത് തിരുവചനം സങ്കീർത്തനത്തിൽ നിന്നാണ്, 40-ാം സങ്കീർത്തനമാണെന്ന് എൻ്റെ ഓർമ്മ. അതായത്, ആടുകളുടെയും കോലാടുകളുടെയും കോളക്കടാങ്ങളുടെയും രക്തം കൊണ്ട് അങ്ങ് സംപ്രീതനായില്ല, അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി. ഈ സങ്കീർത്തനത്തിൽ ശരീരം എന്ന വാക്കല്ല കിടക്കണേ, പിന്നെന്താണ്? തുറന്ന ചെവി എന്നാണ്. തുറന്ന ചെവി എന്താണ്? ചെവി നമ്മളെ എന്താ പറയുക, കണ്ടും കേട്ടും അനുസരിച്ചോളോ. കണ്ടും കേട്ടും അനുസരിക്കുക. അനുസരണം എന്ന് വെച്ചാൽ പ്രോപ്പർ ഹിയറിംഗ്, ശരിയായ കേൾവിയാണ് അനുസരണം. ആ അനുസരണം തുറന്ന ചെവി എന്ന് വെച്ചാൽ തുറന്ന അനുസരണം, മരണം വരെ എത്തുന്ന അനുസരണം, ശരീരത്തെ ഹോമിക്കുന്ന ആ ഘട്ടം വരുത്തുന്ന അനുസരണം. ഇതാണ് ആ തിരുവചനം കോട്ട് ചെയ്തപ്പോൾ തുറന്ന ചെവി എന്നതിന് പകരം യേശു ഉപയോഗിച്ച വാക്ക് ശരീരം സജ്ജമാക്കിയെന്നാണ്. നീ എനിക്ക് തുറന്ന ചെവി തന്നു, അതായത് അനുസരണം തന്നു. ആ അനുസരണം മരണം വരെയുള്ള അനുസരണമാണ്, ശരീരത്തെ ആത്മബലിയായി അർപ്പിക്കുന്ന അനുസരണമാണ്. അതുകൊണ്ടാണ് ശരീരം എന്ന വാക്ക് അനുസരണത്തിന്റെ അങ്ങേയറ്റം വരെ പോകുന്നതിനെയാണ് ശരീരം ആത്മദാനമായി നൽകുക, ആത്മബലിയായിട്ട് നൽകുക എന്ന് പറയുക. അതാണ് യേശുക്രിസ്തു ചെയ്തത്. അതുകൊണ്ട് മൃഗബലികളല്ല, എല്ലാം തികഞ്ഞ അലംഘനീയമായ അനുസരണമാണ് യഥാർത്ഥ ബലി. ഞാൻ ബലിയല്ല ആഗ്രഹിക്കുന്നത്, അനുസരണമാണെന്ന് പറഞ്ഞാൽ ദിവ്യബലിയെ കുറിച്ചല്ല, മൃഗബലിയെ കുറിച്ചാണ്. ഞാൻ മൃഗബലികളല്ല ആഗ്രഹിക്കുന്നത്, അനുസരണമാണ്, അലംഘനീയമായ മാനുഷിക അനുസരണം. അത് മറ്റൊരു മനുഷ്യൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി ദൈവത്തിന് എല്ലാം തികഞ്ഞതും അലംഘനീയമായതുമായ അനുസരണം കൊടുത്തത്. ആ അനുസരണം മരണം വരെയുള്ള അനുസരണമാണ്. അതാണ് കുരിശില്. അതാണ് ദിവ്യബലി. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. അലംഘനീയവും എല്ലാം തികഞ്ഞതുമായ അനുസരണം മനുഷ്യന് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ദൈവം മനുഷ്യനായി, അവൻ മനുഷ്യർക്ക് വേണ്ടി അവന്റെ മഹാപുരോഹിതൻ എന്ന നിലയിൽ എല്ലാം തികഞ്ഞതും അലംഘനീയമായ അനുസരണം, മാനുഷികമായ അനുസരണം അത് പിതാവായ ദൈവത്തിന് കൊടുത്തു. അതാണ് ദിവ്യബലി. അല്ലാതെ ദൈവം മനുഷ്യന്റെ മുഖത്ത് നോക്കി മനുഷ്യന് കൊടുത്ത ബലിയല്ല ദിവ്യബലി. അത് പാഷാണ്ഡതയാണ് അങ്ങനെ പഠിപ്പിച്ചാൽ. ക്രിസ്തുവിന്റെ അലംഘനീയമായ അനുസരണമാണ് യഥാർത്ഥ ബലി. അതിനാൽ സഭ പഠിപ്പിക്കുന്നത് ഒരു പുരോഹിതനേ ഉള്ളൂ, ഒരൊറ്റ പുരോഹിതൻ. നാം പുരോഹിതന്മാർ എന്ന് വിളിക്കുന്നവരെല്ലാം വാസ്തവത്തിൽ ശുശ്രൂഷകരാണ്. ഇതെവിടെ കിടക്കണം അറിയാമോ? കത്തോലിക്ക സഭയുടെ മതബോധനം 1545. കത്തോലിക്ക സഭയുടെ മതബോധനം 1545. ഞാനത് വായിക്കുകയാണ്. The redemptive sacrifice of Christ is unique, accomplished once for all, yet it is made present in the Eucharistic sacrifice of the church. യേശുവിന്റെ വീണ്ടെടുപ്പ് ബലി അനന്യമായിരുന്നു, അതുല്യമായിരുന്നു. അത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ചതുമാണ്. എന്നാൽ അത് ഇപ്പോൾ വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യബലിയിൽ, സഭയുടെ വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യബലിയിൽ സന്നിഹിതമാക്കുന്നു. കുരിശിലെ ബലി, വീണ്ടെടുപ്പ് ബലി അത് ആവർത്തിക്കാൻ പറ്റില്ല, പക്ഷെ സന്നിഹിതമാക്കാം.
അതാണ് വിശുദ്ധ കുർബാന സംഭവിക്കണേ. ദ സെയിം ഈസ് ട്രൂ ഓഫ് വൺ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ ഏക പൗരോഹിത്യത്തെ കുറിച്ചും ഇത് തന്നെ പറയാം. ഇറ്റ് ഈസ് മെയ്ഡ് പ്രസന്റ് ത്രൂ ദ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. ഈ ശുശ്രൂഷ വൈദികർ എന്ന് വിളിക്കുന്ന ശുശ്രൂഷ വൈദികരിലൂടെ യേശുവിന്റെ ഒരേ ഒരു പൗരോഹിത്യമാണ് സന്നിഹിതമാക്കപ്പെടുന്നത്. യേശുവിന്റെ അതുല്യമായ പൗരോഹിത്യത്തെ ഒട്ടും തന്നെ ഇകഴ്ത്താതെ ന്യൂനീകരിക്കാതെ ആ ഏക പൗരോഹിത്യത്തെ സന്നിഹിതമാക്കുകയാണ് ശുശ്രൂഷ വൈദികരെല്ലാവരും. അതിനാൽ ഓൺലി ക്രൈസ്റ്റ് ഈസ് എ ട്രൂ പ്രീസ്റ്റ്. യഥാർത്ഥ പുരോഹിതൻ ക്രിസ്തു മാത്രമാണ്. ദ അതേഴ്സ് ബീയിങ് ഓൺലി ഹിസ് മിനിസ്റ്റേഴ്സ്. മറ്റുള്ളവരൊക്കെ അവന്റെ ശുശ്രൂഷകർ മാത്രം. ഓൺലി ക്രൈസ്റ്റ് ഈസ് എ ട്രൂ പ്രീസ്റ്റ്. യഥാർത്ഥ പുരോഹിതൻ ക്രിസ്തു മാത്രമാണ്. നമ്മൾ പുരോഹിതന്മാരെന്ന് വിളിക്കുന്നവരൊക്കെ അവന്റെ ശുശ്രൂഷകർ മാത്രമാണ്. യേശുവിന്റെ ഏക പൗരോഹിത്യമാണ് പുരോഹിതന്മാര് സന്നിഹിതമാക്കേണ്ടത്. ആ ക്രിസ്തുവിന്റെ അനുസരണം തന്നെയാണ് അലംഘനീയമായ, എല്ലാം തികഞ്ഞ പരിപൂർണമായ അനുസരണം തന്നെയാണ് ബലി. ഞാൻ അനുസരണമാണ്, ബലിയല്ല ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. മൃഗബലികളല്ല, എല്ലാം തികഞ്ഞ അനുസരണമാണ്, തുറന്ന ചെവിയാണ്. അതാണ് കർത്താവ് പഠിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ മഹാപണ്ഡിതൻ മഹാസംഗമത്തിൽ വെച്ച് പറഞ്ഞ പാഷാണ്ഡതയുടെ അർത്ഥം, പാഷാണ്ഡത മനസ്സിലായോ? രണ്ടാമത്തെ പാഷാണ്ഡത നെടുകെ കീറിയ തിരശീല. അവിടെ ആ മഹാസംഗമത്തിൽ അങ്ങോട്ട് പറഞ്ഞ കാര്യം ഞാൻ പറയണേ. അവൻ കാൽവരി മലയിൽ മരിച്ചപ്പോൾ ദേവാലയത്തിൽ തിരശീല നെടുകെ കീറി. ഇവിടെ രഹസ്യങ്ങളില്ല, ഇവിടെ പരസ്യമാണ്. ആണോ? ഇവിടെ പരസ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എറണാകുളം അങ്കമാലി രൂപതയിൽ ശോശപ്പയില്ല, കത്താനയില്ല, കുർബാന കുപ്പായില്ല, ചിലപ്പോ ഊറാലിട്ടാൽ ഭാഗ്യം. രഹസ്യങ്ങളിലെല്ലാം പരസ്യമാണ്. എന്താണ് ഈ തിരശീല? നാം മഹാപണ്ഡിതനോട് ചോദിച്ചത്, എന്താണ് ഈ തിരശീല? ജെറൂസലേമിലെ ദേവാലയത്തിലെ തിരശീല നെടുകെ കീറി. ഏതാണ് ഈ തിരശീല? ഹെബ്രായ ലേഖനം 10:20 ആ തിരശീലയെ കുറിച്ചുള്ള വ്യാഖ്യാനം കിടക്കണേ. മഹാപണ്ഡിതോ അത് വായിക്കി, ബൈബിൾ ഒന്ന് വായിക്കി, നല്ലതായിടക്കി. തന്റെ ശരീരമാകുന്ന തിരശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. യേശുവിന്റെ ശരീരമാണ് ഈ തിരശീല. അത് നെടുകെ പിളർന്നു. അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി, ജീവജലവും ജീവരക്തവും, മാമോദീസായും കുർബാനയും പരിശുദ്ധാത്മാവും കുർബാനയും അവന്റെ പിളർക്കപ്പെട്ട ആ പാർശ്വത്തിൽ നിന്നും ഒഴുകി. അപ്പോൾ പിതാവാലയം പരിശുദ്ധാത്മൻ നൽകുന്നത് ഈ നെടുകെ പിളർന്ന തിരശീലയുടെ ആ നെടുകെ പിളർക്കപ്പെട്ട തിരശീല, യേശുവിന്റെ ശരീരമാകുന്ന തിരശീല. എന്താണ് തിരശീല ഇടുന്നതിന്റെ അർത്ഥം? ഒന്ന്, അത് കവർ ചെയ്യണു, അല്ലെ, മറയ്ക്കുന്നു. പക്ഷെ എന്തിനാ മറക്കണേ? അവിടെ എന്തോ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടല്ലേ മറച്ചിടണേ. തിരശീലയുടെ അർത്ഥം അതല്ലേ, മറക്കുകയാണത്. പക്ഷെ ആ മറയ്ക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ്? എന്തോ പെട്ടെന്ന് കാണാൻ പാടില്ലാത്ത എന്തോ അവിടെ ഉണ്ട്, ഒരു രഹസ്യം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മറക്കണേ. യേശുവിന്റെ ശരീരം നോക്കുക. യേശുവിന്റെ ശരീരം അവന്റെ ദിവ്യത്വത്തെ, ദൈവത്വത്തെ മറയ്ക്കുന്നു. യേശുവിന്റെ ശരീരം, അതാണ് തിരശീല. യേശുവിന്റെ ശരീരം യേശുവിന്റെ ദിവ്യത്വത്തെ, ദൈവത്വത്തെ മറയ്ക്കുന്നു. അത് പിളർന്നു, ആ തിരശീല നെടുകെ പിളർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവും രക്തവും തിരുരക്തവും ഒഴുകി, ജീവജലവും ജീവരക്തവും ഒഴുകി. അങ്ങനെ പിളർക്കപ്പെട്ട് കിടക്കുന്ന ആ ശരീരത്തിലാണ് മാമോദീസയിൽ നമ്മൾ ഒട്ടിക്കപ്പെടുന്നത്. റോമാലേഖനം 11. നമ്മൾ യേശുവിന്റെ പിളർക്കപ്പെട്ട് കിടക്കുന്ന ആ ശരീരത്തിൽ, തിരശീല തുറന്നു കിടക്കുന്ന തിരശീലിൽ, അവിടെ നിന്നൊഴുകിയ രക്തം കൊണ്ടും അവിടെ നിന്നൊഴുകിയ ജലം കൊണ്ടും മാമോദീസ, കുർബാന, നമ്മൾ അവന്റെ ശരീരത്തിൽ ഒട്ടിക്കപ്പെടുകയാണ്. അത് രഹസ്യമല്ലേ? കത്തോലിക്ക സഭയുടെ മതബോധനം 1333 അപ്പവും വീഞ്ഞും അഗ്രാഹ്യമായ വിധത്തിൽ, ഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുന്നു. ഗ്രഹിക്കാൻ പറ്റാത്ത രഹസ്യമാണ് അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തവുമായി തീരുന്നത്. സർപ്പാസിംഗ് ഓൾ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണത്. അത് രഹസ്യം. രഹസ്യം എന്ന വാക്കിന് എന്താ അർത്ഥം? ഇതുവരെ രഹസ്യമായിരുന്നെങ്കിലും ദൈവം എത്രമാത്രം വെളിപ്പെടുത്തിയോ അത്രത്തോളം ഗ്രഹിക്കാൻ പറ്റും. അതാണ് രഹസ്യത്തിന്റെ അർത്ഥം ബൈബിളില്. രഹസ്യം എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത്, അർത്ഥം രഹസ്യമായിരുന്നു, എത്രത്തോളം ദൈവം വെളിപ്പെടുത്തിയോ അത്രത്തോളം മനസ്സിലാക്കാം.
എത്രത്തോളം ദൈവം വെളിപ്പെടുത്തിയോ അത്രത്തോളം മനസ്സിലാക്കാം. അതിനെയാണ് രഹസ്യം എന്ന് ബൈബിൾ വിളിക്കണേ. ഇനി കത്തോലിക്ക സഭയുടെ മതബോധനം 1336 വിശുദ്ധ കുർബാന ഒരു രഹസ്യമാണ്. The Eucharist and the cross are stumbling blocks. It is the same mystery. വിശുദ്ധ കുർബാനയും വിശുദ്ധ കുരിശും രഹസ്യമാണ്. ഈ മഹാപണ്ഡിതൻ മഹാസംഗമത്തിൽ പറയുന്നു, ഇവിടെ രഹസ്യങ്ങളില്ല, പരസ്യങ്ങളേ ഉള്ളൂ. അത് ശരിയാ, പരസ്യങ്ങളാണ്. അവർക്ക് മുഴുവൻ പരസ്യങ്ങളാ. ഈ സോഷ്യൽ മീഡിയ ആയാലും മറ്റുള്ള സ്ഥലത്തൊക്കെ പരസ്യപ്പെടുത്തുകയാണ്. എന്താണ്? ഞങ്ങൾ സഭാവിരോധികളാണ്, ഞങ്ങൾ തിരുവചനത്തിന് എതിരാളികളാണ്, ഞങ്ങൾ സഭയുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കാത്തവരാണ്, പാഷാണ്ഡത ഞങ്ങൾ ഔദ്യോഗികമായി പരസ്യമായി പഠിപ്പിക്കുന്നവരാണ്. ഇതാണ് അവർ പരസ്യമാക്കണേ. ഞാൻ വീണ്ടും ആവർത്തിക്കുക, മാമോദീസ ഒരു രഹസ്യമല്ലേ? യേശുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്ന് ഒഴുകിയ ജലം കൊണ്ടും അവിടെ നിന്ന് ഒഴുകിയ രക്തം കൊണ്ടും മാമോദീസ കൊണ്ടും കുർബാന കൊണ്ടും ഒട്ടിക്കപ്പെടുന്നത് രഹസ്യമല്ലേ? ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകള്, ഇങ്ങനെയല്ലേ നമ്മൾ ശാഖയാവണേ? അതൊരു രഹസ്യമല്ലേ? കുംഭസാരം ഇല്ലേ? കുളി കഴിഞ്ഞവന്റെ കാല് കഴുകണം, എങ്കിലേ അവകാശമുള്ളൂ, പിതാവിന്റെ രാജ്യത്തിൽ അവകാശമുള്ളൂ എന്ന് പാദക്ഷാളത്തിന്റെ സമയത്ത് യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞു. അങ്ങനെ കുളി കഴിഞ്ഞവൻ, മാമോദിസ സ്വീകരിച്ചവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ കാല് കഴുകാൻ യേശുക്രിസ്തുവിനെ അനുവദിക്കണം, എങ്കിൽ പിതാവിന്റെ രാജ്യത്ത് പങ്കുള്ളൂ, അവകാശമുള്ളൂ. അതാണ് കുംഭസാരത്തിൽ നടക്കണേ. അത് രഹസ്യമല്ലേ? നമ്മുടെ കാല് കഴുകാൻ യേശുക്രിസ്തുവിനെ അനുവദിക്കുന്നത്, പാപമോചനത്തിന്റെ കൂദാശ, അത് രഹസ്യമല്ലേ? വിവാഹത്തിലെ കർത്താവ് പറയണു, ഭാര്യയും ഭർത്താവും ഇനി രണ്ടല്ല, ഒരു ദേഹമാണ്, ഒരു ശരീരമാണ്. നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ ഭാര്യയും ഭർത്താവും രണ്ട് ശരീരമാണോ ഒരു ശരീരമാണോ? പ്രത്യക്ഷത്തിൽ രണ്ടാണ്, പക്ഷേ ദൈവത്തിന് മുമ്പിൽ ഒന്നാണ്. അത് രഹസ്യമല്ലേ? എഫേസ്യ ലേഖനത്തിൽ പൗലോസിലേക്ക് തന്നെ പറയുന്നുണ്ട്, ഇതൊരു മഹാരഹസ്യമാണ്, ഇതൊരു മഹാരഹസ്യമാണ്. ഏത് വിവാഹം ഒരു രഹസ്യമാണ്. ഈ മഹാപണ്ഡിതൻ മഹാസംഗമത്തിൽ പറയണു, ഇവിടെ രഹസ്യങ്ങളില്ല, പരസ്യങ്ങളേ ഉള്ളൂ. പ്രിയപ്പെട്ട അച്ഛ, രഹസ്യങ്ങളില്ലെങ്കിൽ പിന്നെ എന്തിനാ ലോകം? എന്തിനാ തിരുവസ്ത്രങ്ങൾ? എന്തിനാണ് കാസ്യം വിലാസ്യം? എന്തിനാ പള്ളിയും സക്രാരിയും? എല്ലാ ദിവസവും കലൂർ സ്റ്റേഡിയത്തിൽ പോയിട്ട് പരസ്യപ്പെടുത്തിയ പോരെ? മൂന്നാമത്തെ പാഷാണ്ഡത, മനുഷ്യന്റെ മുഖത്താണ് ദൈവം, മനുഷ്യനാണ് ദൈവം, അതിനാൽ ജനാഭിമുഖം കുർബാന വേണം. മനുഷ്യന്റെ മുഖത്താണ് ദൈവം, മനുഷ്യനാണ് ദൈവം, അതിനാൽ ജനാഭിമുഖ കുർബാന വേണം. ഒരു ഹൗസ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവശാസ്ത്രജ്ഞൻ ഈ ഒരു വാദം പറഞ്ഞായിരുന്നു. അതിന് ബെനഡിക്ട് മാർപ്പാപ്പ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: തീർച്ചയായും സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിൽ 51-ാമത്തെ പേജിൽ തീർച്ചയായും ദൈവത്തിന്റെ ഛായയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, സംശയമൊന്നുമില്ല. എന്നാൽ കാർമികനും ദൈവജനവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നാൽ ദൈവത്തെ കാണാൻ കഴിയുമെന്ന് പറയുന്നത് എത്രയോ ബാലിശമാണ്. മനുഷ്യന്റെ ദൈവഛായ ഫോട്ടോഗ്രാഫ് എടുക്കുന്നത് പോലെയോ ഫോട്ടോയിൽ കാണുന്നത് പോലെയോ കാണാൻ കഴിയുമോ? അതിനെയാണോ ദൈവഛായ എന്ന് വിളിക്കണേ? മനുഷ്യന്റെ നന്മ, സത്യസന്ധത, എളിമ, സ്നേഹം, കരുണ തുടങ്ങിയ ഗുണങ്ങൾ കാണുമ്പോൾ ദൈവഛായ കാണാൻ ഒരു പരിധി വരെ സഹായിക്കും. പക്ഷേ പരസ്പരം ദൈവഛായ കാണാൻ ജനാഭിമുഖ കുർബാനയിൽ പരസ്പരം നോക്കി നിന്നാൽ ശരിയാകുമോ? തീർന്നില്ല. ജനാഭിമുഖ കുർബാനയിൽ വൈദികനും ജനങ്ങള് അങ്ങനെ ഒരാളും മറ്റുള്ളവർ നോക്കി നിൽക്കുകയാണ്. ഈ ജനങ്ങളെല്ലാവരും പരസ്പരം നോക്കി നിൽക്കുകയാണോ? അപ്പൊ അവരും പരസ്പരം നോക്കി നിൽക്കണ്ടേ? ഈ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞ കുർബാനയില് അച്ഛൻ ജനങ്ങളെ നോക്കി നിൽക്കുന്നു ദൈവത്തെ കാണാൻ, ജനങ്ങൾ അച്ഛനെ നോക്കുന്നു. ഈ മനുഷ്യന്റെ മുഖത്താണ് ദൈവം എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? മനുഷ്യനാണ് ദൈവം എന്നല്ലേ ഈ മഹാപണ്ഡിതൻ പറയണേ? അപ്പൊ ജനങ്ങളും പരസ്പരം നോക്കി നിൽക്കണ്ടേ? എന്താ അവരുടെ മുഖത്ത് ദൈവമില്ലേ? ഈ വൈദികന്റെ മുഖത്ത് മാത്രമാണോ ദൈവം? അങ്ങനെയാണെങ്കിൽ ഈ മഹാപണ്ഡിതൻ മഹാസംഗമത്തിൽ എന്താ പറയേണ്ടത്? വൈദികന്റെ മുഖത്താണ് ദൈവം, വൈദികനാണ് ദൈവം. അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. വാസ്തവത്തിൽ അതാണ് അവരുടെ ഉള്ളില്. വൈദികന്റെ മുഖത്താണ് ദൈവം, വൈദികനാണ് ദൈവം. പുരോഹിതന്റെ മുഖത്താണ് ദൈവം, പുരോഹിതനാണ് ദൈവം. ഇതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് ഒരു വൈദികൻ ജനങ്ങളെ നോക്കി നിൽക്കുന്നതാണ്. ജനങ്ങൾ പരസ്പരം നോക്കി നിൽക്കുകയല്ലോ, ജനങ്ങൾ എല്ലാവരും കിഴക്കോട്ട് നോക്കി തന്നെ നിൽക്കണേ. അപ്പൊ പറയാണ് അത് സൂര്യാരാധനയാണ്.
സൂര്യാരാധന ചെയ്യാത്ത ഏക ആളാരാണ്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതൻ. ബാക്കി സകല ക്രിസ്ത്യാനികളും കിഴക്കോട്ട് നോക്കി നിൽക്കണേ. നിങ്ങളൊക്കെ പള്ളിയിൽ കിഴക്കോട്ട് നോക്കി നിൽക്കണേ. ഏത് അൽമായനാണ് ജനങ്ങൾ നോക്കി നിൽക്കണേ? അൽമായരെല്ലാവരും ചുമര് നോക്കിയോ, നിങ്ങൾ പറയുന്ന പോലെ ചുമര് നോക്കിയോ അല്ലെങ്കിൽ കിഴക്ക് നോക്കിയോ ആണ് പ്രാർത്ഥിക്കണേ. അപ്പൊ കിഴക്കോട്ട് നോക്കിയാൽ സൂര്യാരാധനയാണെങ്കിൽ വൈദികനല്ലാതെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനല്ലാതെ മറ്റെല്ലാ അൽമായരും സൂര്യാരാധനക്കാരാണ്. സൂര്യഭഗവാനെ ആരാധിക്കുന്നവരാ, അല്ലെങ്കിൽ ചുമരിനെ ആരാധിക്കുന്നവരാ അല്ലേ? ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്ത്. മനുഷ്യനാണ് ദൈവം. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരന്മാരും പറയണേ. മനുഷ്യനാണ് ദൈവം. അന്ത്യത്താഴത്തിന്റെ അനുകരണമാണ് കുർബാന എന്നൊക്കെ ഇവർ പറഞ്ഞ് പഠിപ്പിക്കണേ. അന്ത്യത്താഴം നിങ്ങൾ ലിയനാർഡോ ദാവിഞ്ചിയുടെ പെയിന്റിംഗ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് ഇരുന്നിട്ടാണ്, കസേരലോ ബെഞ്ചിലേക്ക് ഇരുന്നിട്ട്. യേശുവിന്റെ കാലത്ത് നിലത്ത് ഇരുന്നിട്ടാണ്. അതിങ്ങനെ ചാരിക്കിടന്ന്, നെഞ്ചിലേക്ക് ചാരിക്കിടന്ന്, ഒരാൾ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന്, അപ്പൊ നിലത്ത് തലയണിട്ട് ചാരിക്കിടന്നാണ് കുർബാന ചെല്ലേണ്ടത്. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെങ്കിൽ അതിന് ദിവ്യബലിന്ന് വിളിക്കരുത്, കുരിശിലെ ബലിന്നും വിളിക്കരുത്. എല്ലാ കുർബാനയിലും അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെങ്കിൽ എല്ലാ കുർബാനയിലും പാദക്ഷാളനം വേണ്ടേ? കാല് കഴുകൽ ശുശ്രൂഷ വേണ്ടേ? ഒരു യൂദാസ് എഴുന്നേറ്റ് പോണ്ടേ ഒറ്റിക്കൊടുക്കാൻ? കുറെ യൂദാസന്മാർ പോയിട്ടുണ്ടല്ലോ, പോട്ടെ. വേറെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ ഞാൻ ആവർത്തിക്കണ്ട. അന്ത്യത്താഴത്തിൽ യേശു അവിടെ ഇരിക്കുകയാണ്, മരിച്ചിട്ടില്ല, ഉത്താനം ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്നൊക്കെ പറയണേ. അവനെങ്ങനെ പറയാൻ കഴിഞ്ഞത്? അവനവിടെ ഇരിക്കില്ല പച്ചയ്ക്ക്. അപ്പൊ ഇതെങ്ങനെ പറയാൻ കഴിഞ്ഞത്? പറയാൻ കഴിഞ്ഞത് പിറ്റേ ദിവസം മരിക്കും, മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും. അങ്ങനെ ഒരു പുതിയ ജനുസിലുള്ള ജീവനിലേക്ക് പ്രവേശിക്കും. ആ ജീവനാണ് മുൻകൂറായി, അവൻ ദൈവമായതുകൊണ്ട് മുൻകൂറായി അന്ത്യത്താഴത്തിൽ തരണേ. അല്ലാതെ അവന്റെ പച്ചമാംസം കഴിക്കാനല്ല പറയണേ, അവന്റെ പച്ച രക്തം കുടിക്കാനല്ല പറയണേ. തിരുവുത്ഥാനത്തിലൂടെ രൂപാന്തരം വന്ന ജീവൻ സ്വീകരിക്കാനാ പറയണേ. ദ ഓർഗാനിക് ഡെവലപ്മെന്റ് ഓഫ് ദ ലിറ്റർജി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതിന്റെ ആമുഖം എഴുതിയത് ജോസഫ് റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പയ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ വായിക്കുകയാണ്. ദ ആന്ത്രപ്പോളജിക്കൽ ടേൺ ഓഫ് മോഡേൺ ടൈംസ് ആൻഡ് കൺസ്ട്രക്ട് ഇറ്റ് ഇൻ an anthropocentric style. ആന്ത്രപ്പോളജിക്കൽ ടേൺ എന്ന് പറഞ്ഞാൽ ജനാഭിമുഖം, ആന്ത്രപ്പോളജി നരവംശം. അപ്പൊ നരനിലേക്ക് ജനത്തിലേക്ക് തിരിയുക, അങ്ങനെ എല്ലാം മനുഷ്യനെ കേന്ദ്രീകരിച്ച്. If the liturgy appears first of all as the workshop of our activity, then what is essentially is being forgotten? God. നമ്മുടെ മാനുഷികമായ ഒരു വർക്ക്ഷോപ്പായി ലിറ്റർജിയെ പരിഗണിച്ചാൽ ഏറ്റവും സത്താപരമായ സംഗതി നമ്മൾ മറന്നു പോകും. എന്താണത്? ദൈവത്തെ. ഏറ്റവും സത്താപരമായ സംഗതി ദൈവമാണ്. അപ്പം മാനുഷികമായ, അതായത് പരസ്പരം നോക്കി നിൽക്കുന്ന ജനാഭിമുഖ കുർബാന നമ്മുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട്, ഒരു വർക്ക്ഷോപ്പായിട്ട് മാറിയാൽ ഏറ്റവും സത്തയായിട്ടുള്ള സംഗതി, ഏറ്റവും അടിയന്തരമായിട്ടുള്ള സംഗതി, ഏറ്റവും അനിവാര്യമായ സംഗതി അത് ദൈവമാണ്. ആ ദൈവം മറന്നു പോകും, ദൈവത്തെ മറന്നു പോകും. കാരണം ഫോർ ദ ലിറ്റർജി ഈസ് നോട്ട് അബൌട്ട് അസ്. നമ്മെക്കുറിച്ചല്ല ലിറ്റർജി, ഇറ്റ് ഈസ് അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചാണ് ലിറ്റർജി. പിന്നെ അദ്ദേഹം പറയാണ്, ദൈവത്തെ മറക്കുക എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ സവിശേഷതയാണ്. ദൈവത്തെ മറക്കുക. ആ ദൈവത്തെ മറക്കുന്ന പ്രക്രിയ ലിറ്റർജിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ജനാഭിമുഖം. ദൈവത്തെ മറക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരന്മാര് ദൈവത്തെ മറക്കുക, മനുഷ്യനാണ് ദൈവം എന്ന് പറയുക. ആ പ്രക്രിയ, ദൈവത്തെ മറക്കുന്ന പ്രക്രിയ കുർബാനയിലേക്ക് കൊണ്ടുവരുന്നതാണ് ജനാഭിമുഖം. What happens if the habit of forgetting about God makes itself at home in the liturgy itself? And if the liturgy we are thinking of only of ourselves? ഈ ദൈവത്തെ മറക്കുന്ന പ്രക്രിയ കുർബാനയിലേക്കും കൊണ്ടുവന്ന് ലിറ്റർജിയിൽ കൊണ്ടുവരികയും നമ്മൾ ലിറ്റർജിയിൽ നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്താൽ അവസ്ഥ, പരിതാപകരമായ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് മാർപ്പാപ്പ ചോദിക്കുന്നത്. മാർപ്പാപ്പയാകുന്നതിന് മുമ്പാണ്. In any and every liturgical reform and every liturgical celebration, the primacy of God should be kept in view first and foremost. ലിറ്റർജിയുടെ ഏത് പരിഷ്കാരത്തിലും ദൈവത്തിന്റെ സ്ഥാനം, ദൈവത്തിന്റെ പരമാധികാരം അത് പ്രധാനവുമായിട്ട് നിലനിർത്തിക്കൊണ്ടേ നമുക്ക് ലിറ്റർജിയുടെ പരിഷ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. കാരണം ലിറ്റർജി നമ്മെക്കുറിച്ചല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും,
ഇയാൾ മാർപ്പാപ്പിയായിരുന്നില്ലേ? അപ്പൊ അങ്ങോട്ട് നടപ്പാക്കാൻ പറ്റുമായിരുന്നില്ലേ? അതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് ആവർത്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ധാരാളം നടപടികൾ ദൈവോന്മുഖ കുർബാന ലത്തീൻ സഭയിൽ കൊണ്ടുവരാൻ ധാരാളം നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം കാലക്രമേണ ഫലം ചൂടും. ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ രണ്ട് തരത്തിൽ പഠിപ്പിച്ചാൽ ഭിന്നതയുണ്ടാകില്ലേ? അതിന് ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഒരു വാചകം വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1336 ദ യൂക്രിസ്റ്റ് ആൻഡ് ദ ക്രോസ് ആർ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്. വിശുദ്ധ കുർബാനയും കുരിശും ഇടർച്ച നൽകുന്ന കല്ലാണ്. ഇറ്റ് ഇസ് ദ സെയിം മിസ്റ്ററി ആൻഡ് നെവർ സീസസ് ടു ബി ആൻ ഒക്കേഷൻ ഓഫ് ഡിവിഷൻ. അന്നത്തെ രഹസ്യം തന്നെയാണ് ഇപ്പോഴും. അന്ന് അത് വിഭജനത്തിന് കാരണമായി, ഇന്നും അത് കാരണമാകുന്നു. വിൽ യു ഗോ അവേ? വിൽ യു ഓൾസോ ഗോ അവേ? നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്നാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ഈ ഭിന്നതയുള്ള ആളുകളോട് ചോദിച്ചത്. യേശു ചോദിച്ചു, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഈ ചോദ്യം ലോകാവസാനം വരെ കർത്താവ് ചോദിക്കും. എന്നാലും അവന്റെ ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും അവന്റെ തിരുവചനത്തിലോ അവന്റെ രഹസ്യത്തിലോ അവന്റെ ലിറ്റർജിയിലോ അവന്റെ കുർബാനയിലോ മാറ്റം വരുത്താൻ യേശു ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നോ? പോയിക്കോ. കർത്താവിന്റെ വാക്കുകൾ മാറ്റാനോ ലിറ്റർജി മാറ്റാനോ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആവർത്തിക്കുക, ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം, കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലാണ് ഈ വിഭജനം ഉണ്ടായത്. അങ്ങനെ ഇത് സ്വീകരിക്കാൻ പറ്റാത്തവർ ഇതെങ്ങനെ സ്വീകരിക്കും? ഇത് ഭയങ്കര കഠിനമാണ്, ഇവന്റെ മാംസം ഭക്ഷിക്കാൻ പറ്റുമോ, രക്തം കുടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് വളരെ പേർ ഉപേക്ഷിച്ച് പോയി. പത്രോസ് എഴുന്നേറ്റ് വന്നപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു, പോയിക്കോ. പക്ഷെ പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ വചനം നിന്റെ പക്കലല്ലേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? അങ്ങനെ പറയാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ജനങ്ങളും തയ്യാറാകട്ടെ. ഞങ്ങൾ എവിടേക്ക് പോകാൻ? നിന്റെ പക്കൽ നിത്യജീവന്റെ വചനമുണ്ട്. അത് ഞങ്ങളുടെ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമോ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമോ ഒന്നും നോക്കിയിട്ടല്ല. നീ ദൈവം മനുഷ്യനായ ആളാണ്, ഞങ്ങളുടെ രക്ഷകനാണ്, നിന്റെ പക്കലാണ് ജീവന്റെ വചനം. അതിനാൽ ഞങ്ങൾ അത് വിട്ടു പോകില്ല. നിന്റെ പ്രബോധനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കൂ. ഈ മഹാപണ്ഡിതന്മാരുടെ മഹാസംഗമത്തിലെ പാഷാണ്ഡത ഞങ്ങൾ സ്വീകരിക്കില്ല.